സമീപകാലത്ത് ഏറ്റവുമധികം വിവാദങ്ങൾ സൃഷ്ടിച്ച 3 ബൃഹത് പദ്ധതികളാണ്. ഒന്ന്, ആരവല്ലി മലനിരകളുമായി ബന്ധപ്പെട്ട ഖനന വിവാദം. അതിൽ അദാനി ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. രണ്ടാമത്, ഛത്തീസ്ഗഡിലെ ഹസ്ദിയോ അരന്ത് വനത്തിലെ കൽക്കരി ഖനനം. അതും അദാനി കമ്പനിയുടെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് വിവാദമുണ്ടായിട്ടുള്ളത്. മൂന്നാമത്തേതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതി. അതിലും ഉയർന്നു കേൾക്കുന്ന വിവാദ പുരുഷൻ അദാനി തന്നെ. അതിനിടയ്ക്ക് ഈ അടുത്ത സമയത്ത് രാജസ്ഥാനിലുണ്ടായ ചുഴലിക്കൊടുങ്കാറ്റ് അദാനി ഗ്രൂപ്പിന്റെ സോളാർ പവർ പ്ലാന്റിന് സാരമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചു എന്നൊരു വാർത്തയും കേൾക്കുന്നു. ആ വാർത്തയുമായി ബന്ധപ്പെടുത്തി, ആ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെടുത്തി ശ്രീ അദാനി ആരവല്ലി മലനിരകൾ വെട്ടിവെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും നിക്കോബാറിലെ വനം നശിപ്പിക്കുന്നതിനെ കുറിച്ചും ബന്ധപ്പെടുത്തി അഭിപ്രായങ്ങൾ പറയുന്നതായി കേൾക്കുകയുണ്ടായി. വലിയ തോതിൽ പ്രകൃതിയെ ബാധിക്കുന്ന വലിയ പദ്ധതികൾ പലപ്പോഴും ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയമാകാറുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തായി ഇന്ത്യയിൽ ശ്രീ അദാനിയുടെ പേരുമായി ബന്ധപ്പെടുത്തി പല ആരോപണങ്ങളും ഉയർന്നു വരാറുണ്ട്. അതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണ്, വസ്തുത എന്താണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിൻ്റെ പേരിലായിരിക്കില്ല പലരും അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുള്ളത്. അതിനു പിന്നിൽ തികഞ്ഞ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, മറ്റു കാരണങ്ങളും കാര്യങ്ങളും ധാരാളമുണ്ട് എന്ന് കാണാം. ഏതായാലും രാജസ്ഥാനിലെ പ്രകൃതി ദുരന്തത്തിനും ആരവല്ലി വനങ്ങളിലെ ആരവല്ലി മലനിരകൾ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആരവല്ലി മലനിരകൾ എന്നുള്ളത് രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഡൽഹി എന്ന കേന്ദ്രഭരണ പ്രദേശവും അവയുമായെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിരകളിൽ ഒന്നാണ് ആരവല്ലി മലനിരകൾ. അതിന് ഹരിത കവചം എന്നൊരു വിശേഷ പേര് കൂടിയുണ്ട്. കാരണം അതൊരു പച്ച കവചമാണ്, രക്ഷാ കവചമാണ് എന്നുള്ള രീതിയിലാണ് പേര് വീണത്. ഈ മലനിരകളെയാണ് തകർക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഈ ആരവല്ലി മലനിരകൾ അദാനിക്ക് ഏകപക്ഷീയമായി സർക്കാർ ചെറിയ പാട്ടത്തിന് കൈമാറിയെന്നാണ് വാർത്ത. ആ മലനിരകളിൽ ഖനനം നടത്തുന്നതിന്, ധാതു ലവണങ്ങൾ ഖനനം നടത്തുന്നതിന് സുപ്രീം കോടതിയുടെ നിയന്ത്രണങ്ങൾ നിലവിലുണ്ട് താനും. ആ നിയമങ്ങളെല്ലാം പാലിക്കപ്പെട്ടുകൊണ്ട് തന്നെ മാത്രമേ അതിനെ ഖനനത്തിന് ഉപയോഗിക്കാനാവുകയുള്ളൂ. രണ്ടാമത്തേതാണ് ഛത്തീസ്ഗഡിലെ ഹസ്ദിയോ അരന്ത്. ഇതും പ്രധാന വനമേഖലയാണ്. ഇവിടെ വിവിധങ്ങളായ ജൈവ വസ്തുക്കളുണ്ട്, ജൈവ വൈവിധ്യങ്ങളുണ്ട്. മാത്രമല്ല പുരാതന സമൂഹങ്ങൾ, ഗോത്ര സമൂഹങ്ങൾ, ആദിവാസി സമൂഹങ്ങൾ അധിവസിക്കുന്നുണ്ട്. ഇവ രണ്ടിനും സാരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കും അവിടെ കൽക്കരി ഖനനത്തിന് ഉപയോഗിച്ചാൽ എന്നുള്ളതാണ് പ്രകൃതി സ്നേഹികളുടെ മാത്രമല്ല യഥാർത്ഥ പ്രകൃതി തത്വം. ശ്രീ അദാനിയുടെ കമ്പനിയുടെ പേര് തന്നെയാണ് ഇവിടെ ഛത്തീസ്ഗഡിലെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടും ഇതിലെ കൽക്കരി ഖനനവുമായും ബന്ധപ്പെട്ട് കേൾക്കുന്നത്. ഏതായാലും അതും അവിടെ നിൽക്കട്ടെ. മൂന്നാമത്തേതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതി എന്നുള്ളത്. അവിടെ വലിയ തോതിൽ മരം മുറിക്കുകയും വനസമ്പത്ത് നശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പ്രകൃതി സ്നേഹികൾ ആകുലപ്പെടുന്നത്. അതിൻ്റെ വസ്തുതകളിലേക്ക് കൂടുതൽ വെളിച്ചം വീശാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും വലിയ തോതിൽ അന്താരാഷ്ട്ര വിമാനത്താവളം, വലിയ തുറമുഖം, ഇങ്ങനെ നിരവധി വികസനങ്ങൾ, പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അവിടവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതും ശ്രീ അദാനി തന്നെ എന്ന് കേൾക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജസ്ഥാനിൽ അടുത്തിടെയുണ്ടായ ചുഴലിക്കാറ്റും അതുമൂലം അദാനി സോളാർ കമ്പനിക്കുണ്ടായ നാശനഷ്ടങ്ങളും ബന്ധപ്പെടുത്തി കാണാൻ ശ്രമിക്കുന്നത്. കാരണം പ്രകൃതി അതിൻ്റെ പ്രതികാരം ചെയ്യുന്നു അദാനി കമ്പനിയോട് എന്നുള്ള തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളും വ്ളോഗുകളും മറ്റെല്ലാം കാണുകയുണ്ടായി. അതിൽ യുക്തിഭദ്രമായിട്ടൊന്നും കാണാൻ കഴിയില്ല. ഏതായാലും പ്രകൃതിയെ വൻതോതിൽ ചൂഷണം ചെയ്യുന്നത്, മുൻപിൻ നോക്കാതെ ചൂഷണം ചെയ്യുന്നത്
പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമായി തീരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല, രണ്ടാമത് അഭിപ്രായമില്ല. എങ്കിലും രാജസ്ഥാനിലെ ഈ ദുരന്തം, ഈ പ്രകൃതി ദുരന്തം ആരവല്ലി മലകളുടെ ഖനനവുമായി ബന്ധപ്പെടുത്തി കാണുന്നതിൽ യുക്തിയേക്കാൾ രാഷ്ട്രീയ മുൻവിധികളാണെന്ന് കാണാം. ഏതായാലും എല്ലാ പുരോഗതികളും പ്രകൃതിയുമായി ഇണങ്ങുന്ന തരത്തിലാക്കി തീർക്കുക എന്നുള്ളത് ആവശ്യമാണെങ്കിൽ കൂടി അത് അങ്ങനെ ആയിത്തീരുക എന്നുള്ളത് അപൂർവമാണ്. മനുഷ്യ വീക്ഷണത്തിൽ പുരോഗതി എന്നുള്ളത് വ്യവസായവൽക്കരണം, ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരണം, ഇതൊക്കെയാണ് സാധാരണ നിലയിൽ. ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ് താനും. പുതിയ ലോകത്തിന് ജനങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ, വികസന രാഷ്ട്രങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇത്തരം വികസന പദ്ധതികൾ കൂടിയേ തീരൂ. അവയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിനും വികസിക്കാനോ പുരോഗമിക്കാനോ വരും തലമുറകൾക്ക് ഭാവി ഉറപ്പുവരുത്താനോ സാധ്യമല്ല. ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രകൃതിയെ യാതൊരു നീതീകരണവുമില്ലാത്ത വിധത്തിൽ ചൂഷണം ചെയ്യുകയോ നശിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളത് അത് നാം ഇരിക്കുന്ന കൊമ്പ് നാം തന്നെ മുറിക്കുന്നതിന് സമമായിരിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നമുക്ക് നമ്മുടെ മലനിരകളും ധാതു ലവണങ്ങളടങ്ങിയ മറ്റു പ്രകൃതി വിഭവങ്ങളും അതേപടി സ്പർശിക്കാതെ നിലനിർത്തിക്കൊണ്ട് ഒരു പുരോഗമനവും ഒരു വ്യവസായ വിപ്ലവവും എളുപ്പമാണെന്ന് തോന്നുന്നില്ല. നാം വേണ്ടത് കണ്ണടച്ച് എതിർക്കുകയോ കണ്ണടച്ച് കപട പ്രകൃതി സ്നേഹം കാണിക്കുകയോ അല്ല വേണ്ടത്. കുറെ കൂടി യുക്തിഭദ്രമായ ഭാവിയിൽ കണ്ണുനട്ടുകൊണ്ടുള്ള ഒരു പ്രകൃതി സ്നേഹം, ഒരു സന്തുലിതമായ ഒരു അവസ്ഥ ഇതിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതായത് പ്രകൃതിയെ പാടെ നശിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അല്ല, പ്രകൃതിയെ അതേപടി നിലർത്തി പുരോഗതിയുടെ വാതിലുകൾ മുഴുവൻ അടച്ചിടുകയുമല്ല ചെയ്യേണ്ടത്. ഇവയെ സന്തുലനം ചെയ്തുകൊണ്ട് പ്രകൃതിയെ അളവറ്റ രീതിയിൽ ഉപയോഗപ്പെടുത്താതെ അമിതമാകാത്ത തരത്തിൽ, അതിനെ പ്രകൃതിക്ക് ഹാനികരമാകാത്ത തരത്തിൽ അവയെ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്താനുള്ള പദ്ധതികളാണ് നമുക്ക് ആവശ്യം. ഗവൺമെന്റ് ചുമതലയിൽ ചെയ്താലും സ്വകാര്യ വ്യക്തി ചെയ്താലും പ്രകൃതിക്ക് ഹാനികരമായത് ഹാനികരം തന്നെയാണ്. അതിന്റെ തിരിച്ചടികൾ നാം നേരിടേണ്ടിയും വരും. രാജസ്ഥാനിലെ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും തമ്മിൽ ആരവല്ലി മലകൾക്ക് ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രമല്ല, എല്ലാ തരത്തിലും പ്രകൃതിയെ കണക്കറ്റ് ദ്രോഹിച്ചാൽ പ്രകൃതി അതിന് തിരിച്ചടി നൽകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. നാം നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ യുവതലമുറക്ക് വേണ്ട തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുന്ന വ്യാവസായികമായ പുരോഗതികളും കൈവരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വെറുതെ അദാനിയെ കുറ്റം പറഞ്ഞിരുന്നുകൊണ്ട് കാലം തള്ളിയോണ്ട് കാര്യമില്ല. അദാനിമാരും അംബാനിമാരും മറ്റനേകം ബിസിനസ് ടൈക്കൂണുകളും എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ചൈനയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് BJP ഭരണത്തിന് ശേഷം നമ്മൾ രണ്ട് പേരുകളാണ് പ്രധാനമായും പറഞ്ഞു കേൾക്കുക. അംബാനി, അദാനി, അവർക്ക് വേണ്ടിയാണ് ഭരണം എന്നൊക്കെയുള്ള രാഷ്ട്രീയ പരാതികളും മുറവിളികളും കേൾക്കാമെങ്കിലും അതേ അവസ്ഥ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് നാം കേട്ടിരുന്നത് മറ്റു ചില പേരുകളായിരുന്നു. ടാറ്റ, ബിർള, ഗോയങ്ക, ഇങ്ങനെയൊക്കെയുള്ള പേരുകളായിരുന്നു കേട്ടിരുന്നത്. ഇനി മറ്റൊരു ഭരണം ഇതിന് ശേഷം വരികയാണെങ്കിൽ അവിടെയും ഉണ്ടാവും തീർച്ചയായും ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാരുടെ സാന്നിധ്യവും ക്രോണി ക്യാപിറ്റലിസവും. നമുക്ക് കുറെ കൂടി യാഥാർത്ഥ്യബോധമുള്ള ഒരു ജനതയായി നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളാം.